അസ്സലാമു അലൈക്കും. കാണാൻ നല്ല മൊഞ്ച്, എന്നാലോ ആ മൊഞ്ചിനേക്കാളും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ ആ ടേസ്റ്റിനേക്കാളും നമുക്ക് ഏറ്റവും സുഖമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണെന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഈ ഒരു പുഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. പെരുന്നാളിനൊന്നും കാത്തിരിക്കൂല, നോമ്പ് തുറക്കുന്ന സമയത്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പുഡിങ് റമദാനിലായാലും അതുപോലെ തന്നെ ഇനി നമ്മളെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പിന്നെ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പുഡിങ് ഉണ്ടാക്കുന്ന ഒരു സംഭവത്തിൻ്റെ ദിവസം എന്താ വെച്ചാൽ പെരുന്നാളാണല്ലേ. അപ്പോൾ ദാ പെരുന്നാളൊക്കെ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പെരുന്നാൾക്കും പെരുന്നാൾ കഴിഞ്ഞിട്ടും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പുഡിങ് ഇഷ്ടം പോലെ നമ്മൾ ഉണ്ടാക്കും കേട്ടോ. അത്രക്കും സിമ്പിളാണ്. അപ്പോൾ ദാ ഈ ഒരു പുഡിങ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 ഗ്രാം ചൈന ഗ്രാസിൻ്റെ ആവശ്യമുള്ളൂ. ആ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ്, കൂടിപ്പോയാൽ 10 മിനിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ആയാലും മതി, ഒന്ന് വെള്ളത്തിലൊന്ന് ഷോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു 1/2 ലിറ്റർ പാലൊന്ന് കാച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പാല് കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചൈന ഗ്രാസിനും നമുക്ക് തീ കൊളുത്തണം. അപ്പോൾ രണ്ടും കൂടെ ഉണ്ട് നമുക്ക് ചെയ്യേണ്ടത്. ഈ ഒരൊറ്റ പണി നമുക്ക് ഇതിനുള്ളൂ, പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, പെരുന്നാളിൻ്റെ ദിവസമൊക്കെ നമുക്ക് ഒരുപാട് തിരക്കായിരിക്കും. അപ്പോൾ ഏതൊരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തെങ്കിലല്ലേ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഇനി നമ്മളെ വീട്ടിൽ നമ്മളെ കുഞ്ഞു മക്കൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരു പുഡിങ്, ഒരു പായസം എന്നൊക്കെ പറഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറൊക്കെ ഏത് മക്കൾക്കാണ് വേണ്ടത്. അപ്പം കുട്ടികൾക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു പുഡിങ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാലിലേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാര, നല്ല മധുരത്തിൽ കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ ഇതാ ഒരു 10ഓളം അണ്ടിപ്പരിപ്പും ഒരു 4 ബദാമും. അപ്പോൾ അത്ര മാത്രം മതി കേട്ടോ. കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര പണിയുള്ളൂ പാലൊക്കെ തിളക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ലേശം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം 2-3 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ ലേശം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. അതൊക്കെ നിങ്ങളിഷ്ടം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ഒരു ഇത്തിരി വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ. അപ്പോൾ പാലൊക്കെ തിളച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ചൈന ഗ്രാസും ഉഷാറായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒപ്പം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പാല് തീമക്കണീൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിട്ട് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പാല് തിളച്ച സമയത്ത് നമുക്ക് ഇതിലേക്ക് ഏതാണോ നമുക്ക് ഫ്ലേവർ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ട്രോബെറി എസൻസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറഞ്ഞ ക്യാഷ് കൊടുത്താൽ തന്നെ നമുക്ക് ഈ സ്ട്രോബെറിൻ്റെ എസൻസും പിസ്ത എസൻസും അതുപോലെ തന്നെ മാംഗോ എസൻസും പൈനാപ്പിൾ എസൻസും ഒക്കെ ഇപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ബോട്ടിൽ കൊടുന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ എന്ത് പലഹാരങ്ങളാണെങ്കിലും എന്ത് ജ്യൂസ്, അതുപോലെ തന്നെ ഇതുപോലത്തുള്ള പുഡിങ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത് മതി. അപ്പോൾ ഞാൻ ആ ഒരു ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്താ പറയുക, ചൈന ഗ്രാസ്. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസ് ഞാൻ ആ ഒരു ചൂടോട് കൂടി തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ചൈന ഗ്രാസ് ഉരുകിയത് പോരാ, ഉരുകിയത് ചെറിയ കഷ്ണങ്ങളൊക്കെ ഇനി അതിലുണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് ഒഴിച്ചെടുക്കുക. അങ്ങനെ ഇത് ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ചും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഒരു മിനിറ്റ് സമയമെങ്കിലും ഒന്നും കൂടി തിളച്ചോട്ടെ, ഒരുപാട് അങ്ങോട്ട് തിളക്കേണ്ട. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതിന് പുഡിങ് ട്രേയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുണ്ടൻ പാത്രത്തിലോ ഒരു പ്ലേറ്റിലോ എവിടെയാണോ നിങ്ങൾക്ക് ഒഴിച്ചെടുക്കാൻ പറ്റിയ പാത്രം ഉള്ളത് അതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പുഡിങ്ങിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി ഇളക്കാൻ പാടില്ല കേട്ടോ. ഇത് ശരിക്കും അങ്ങോട്ട് ഇളകാനൊന്നും പാടില്ല. അപ്പോൾ ഇനി ഇളക്കാതെ വെക്കുക. ഇതിനി കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കഴിയണത് വരെ എന്ത് ചെയ്യുക, നമുക്കിതിലേക്ക് നട്സുകൾ ചേർത്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നട്സോ ഏത് ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്യാം.
അപ്പോൾ ഇതിന് നമ്മൾ ഈ ഒഴിച്ച് കൊടുത്ത സമയത്ത് ഇതിൽ കുറച്ച് ബബിൾസൊക്കെ പൊങ്ങി നിൽക്കും, പതഞ്ഞൊക്കെ നിൽക്കും. അപ്പോൾ ആ ഒരു പതൊക്കെ ഇങ്ങോട്ട് മുക്കിയെടുത്താൽ നല്ലൊരു ഫിനിഷ് ആയിരിക്കും കേട്ടോ നമ്മൾ പുഡിങ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഫിനിഷൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുക്കി ഒഴിവാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂണോടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും ആ ബബിൾസൊക്കെ പൊട്ടിപ്പോവും. അതാ ഇത്ര പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബബിൾസൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഒരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഉണ്ടോ, കുറച്ച് പിസ്തയും അതുപോലെ തന്നെ കുറച്ച് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. പാൽപ്പൊടി ഒരു ലേശം മതിയാവും കേട്ടോ, 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ കുറച്ച് കോരിപ്പം കൂടി പോയതാണ്, ഇത്രയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൽപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. കോക്കനട്ട് പൊടിയാക്കിയിട്ട് അതും ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെയായിട്ട് ചെയ്യണത് 3 ലൈൻ ഇങ്ങനെ വരച്ചെടുക്കും, അതുപോലെ തന്നെ 2 ലൈൻ ഇങ്ങനെ വരച്ചെടുക്കും. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് ആണല്ലോ നമുക്ക് വേണ്ടത്. നല്ല ടേസ്റ്റും വേണം കഴിക്കാൻ, അതുപോലെ തന്നെ ഉണ്ടാക്കാൻ നല്ല എളുപ്പം വേണം. കാരണം പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോൺ കോളും ചാറ്റിങ്ങും എല്ലാം, അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴേക്കും ചുമ്മാക്കെ തിരിഞ്ഞ് വരും, പെരുന്നാൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വരും. അപ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ റെഡി ആവണ്ടേ. അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റാണ്. കാരണം നമ്മൾ കോൺഫ്ലോർ, ചൈന ജലാറ്റിന് അല്ല എന്താണ് ഇതുണ്ടല്ലോ, ഈ എന്താ നമുക്ക് കോൺഫ്ലോർ അല്ലാത്ത പിന്നെ ഒരു പൊടിയില്ലേ, ഏതായാലും ആ പൊടി ഓർമ്മ കിട്ടണില്ല, അതൊന്നും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ചിലവർ മൈദപ്പൊടി അരിപ്പൊടിയൊക്കെ ചേർക്കും, അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിതാ പിസ്ത ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും ചെറുതായിട്ടൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുക്കിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ റിതു ഇപ്പോൾ നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ റിതു പിന്നെ നോമ്പൊന്നും പിടിച്ചിട്ടില്ല, എന്നാലും അവൾ വേഗം പുഡിങ് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിന് കേട്ടോ. കുറച്ച് സമയം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ പോലും വെച്ചിട്ടില്ല. കാരണം എനിക്കിത് ശരിക്കും അങ്ങോട്ട് കട്ടാവണ്ട, അങ്ങനെയാണ് വേണ്ടത്. പുഡിങ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കോരിയെടുക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുക, ടേസ്റ്റ് കിട്ടുക. എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മിനിയാന്ന്. അപ്പം അതൊക്കെ നല്ലോണം നമ്മൾ സാബൂന് കട്ട് ചെയ്യൂലേ, അത്രയും തിക്കായിട്ടാട്ടോ കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കണ സമയത്ത് ഇത്രയും ടേസ്റ്റ് തോന്നുന്നില്ല. ടേസ്റ്റില്ല, ഒരു കഷ്ണങ്ങൾ ഇങ്ങനെ കടിച്ച് കഴിക്കണതിനേക്കാൾ നല്ലത് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പുഡിംഗ് ആട്ടെ എനിക്ക് താല്പര്യം. അതുകൊണ്ടാണ് ഞാനിത് നല്ലോണം അങ്ങോട്ട് സെറ്റാവാൻ നിൽക്കാഞ്ഞത്. അപ്പം നിങ്ങൾ ഒരു 2 മണിക്കൂർ വെച്ചാൽ നല്ല കട്ടായിട്ട് നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിപ്പോൾ കട്ടൊക്കെ തന്നെയാണ്, എന്നാലും നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതാ ഇത് പിന്നെ പുഡിംഗ് ആയ ഈ ഒരു പാത്രം എളുപ്പം തന്നെ കാലിയാക്കും. അത്രയ്ക്കും ഇഷ്ടമാണ് പുഡിങ്. പിന്നെ ഇതാണെങ്കിൽ നല്ലൊരു വാനില ഫ്ലേവറും അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർന്നപ്പോൾ ആ ഒരു സ്ട്രോബെറിൻ്റെ ആ ഒരു, ഇനിയിപ്പോൾ നിങ്ങളിത് സ്ട്രോബെറിനെ വാങ്ങി അരച്ച് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ ആ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ, ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഋതു നല്ല ഇഷ്ടമാണ് ഓൾ. ഇപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഇപ്പം തന്നെ കാലിയാക്കും, അത്രയ്ക്കും ഇഷ്ടമാണ് ഓൾക്ക്. നമ്മൾ മക്കൾക്കാണല്ലോ ഇതൊക്കെ വേണ്ടത്, മക്കൾക്കാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ മക്കളെ നമ്മൾ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരുപാട് തിരക്കുള്ളപ്പോൾ പണി ഒക്കെ ആകുമ്പോൾ മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ട് മാറുമെന്നൊക്കെ പറഞ്ഞ് ചൂടാവണതിനേക്കാളും നല്ലത് മക്കൾക്ക് ഇഷ്ടമുള്ള ഇതുപോലുള്ള സിമ്പിൾ ഉണ്ടാക്കിയെടുത്ത ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുക, നമുക്കും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങൾ ഇതേപോലത്തെ ട്രേ ഒന്നും വേണ്ട, ഒരു തളിക പ്ലേറ്റ്, ഇനിയിപ്പോൾ വലിയ തളികയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെരുന്നാൾക്ക് ഒരു 3 ലിറ്റർ പാലൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു 3 ലിറ്റർ പാലൊക്കെ ഒരു 6 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്താൽ മതിയാവും. 60 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുക. ഓരോ പാക്കറ്റിലും 10 ഗ്രാമിന് പാക്കറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു 60 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് ഉരുക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5-6 ട്രേ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം. 6 ട്രേ ഉണ്ടാക്കട്ടോ.
അപ്പോൾ നിങ്ങൾ വലിയ തളികയിലൊക്കെ ഒഴിച്ചാൽ ഒന്നായിട്ട് ഒഴിച്ചെടുത്താൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല നല്ല പീസാക്കി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ പീസാക്കി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് സമയം മാത്രം സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കുക, എങ്ങനെ വേണേലും കഴിക്കുക. പോളി ഐറ്റംസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളോട് കാര്യമായിട്ട് പറയാനുള്ള സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് ഉമ്മമാരുണ്ട് പെരുന്നാളിൻ്റെ അന്ന് പുഡിങ്ങൊന്നും ഉണ്ടാക്കാൻ കഴിയാതെ സമയമില്ല എന്ന് വിചാരിച്ചിരിക്കണവരൊക്കെ. അപ്പോൾ അവരൊക്കെ ഇത് ഉണ്ടാക്കിക്കോട്ടെ. തലേന്ന് രാത്രി ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ രാവിലെയൊക്കെ നമുക്ക് നല്ല അടിപൊളി പുഡിങ് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു പണി അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതുണ്ടാവും നമുക്ക് പായസം ഉണ്ടാക്കണ്ട, അപ്പം ഉണ്ടാക്കണ്ട, അപ്പം ചുട്ട് ഒന്നും വേണ്ട കേട്ടോ. നല്ല ഒരു പലഹാരമാണ്. വരുന്നവർക്കൊക്കെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് അടിക്കണ്ട, ഒന്നും വേണ്ട. അപ്പം നല്ല ഇത്രയും സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ വരാം. അസ്സലാമു അലൈക്കും.